ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എൻ്റെ തീരെ പ്ലസൻറ്റും എനർജറ്റിക്കും അല്ലാത്തൊരു മോർണിംഗ് ആണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 7 മണിക്ക് ഞാൻ ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്കുള്ള ട്രെയിനിന് ഞങ്ങൾ മലപ്പുറത്തേക്ക് പോവുകയാണ് എലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു എലക്ഷൻ വ്ളോഗാണ്. വെൽക്കം ടു അലിഡാസ് ക്രേസി പിൽസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലേ, ചില ദിവസങ്ങളിൽ ഉറക്കെഴുന്നേൽക്കുമ്പോൾ ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല. ഇന്നത്തെ എൻ്റെ ദിവസം തന്നെ പോക്കാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളിൽ പലരും അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി. അതായത് ഇപ്പം ഞാൻ ഉറക്കെഴുന്നേറ്റ ഉടനെ തന്നെ ദിവസം പോക്കാണ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലെടുത്ത് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് എൻ്റെ ദിവസം പോക്കായിരിക്കും. മറിച്ച് ഞാനിപ്പോൾ ചെയ്യാറ് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിൽക്കുക, എന്നിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് പോവുക. അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മോർണിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പല്ലൊന്നും തേക്കാതെ ഈ വെള്ളം വായിലോട്ട് ഒഴിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ശീലം മാറ്റി രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പല്ലേക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സത്യം പറഞ്ഞാൽ അത്ര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ഒന്നും അല്ല കേട്ടോ. പക്ഷേ ക്യാമറയുടെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് എനർജി കിട്ടിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് എന്താ പറയുക, ഞാൻ അധികം ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 3 മണി 4 മണി ആയിട്ടുണ്ടായിരുന്നു വെളുപ്പിന്. പിന്നെ ഉറങ്ങിയിട്ട് ഞാനൊരു 2.5 മണിക്കൂർ കഷ്ടി ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അബിയും ഉണ്ടായിരുന്നു, എൻ്റെ ഷിഫ്റ്റ് കഴിയുന്നവരെ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കിടന്നപ്പോൾ ഇന്നലെ ലേറ്റായി. സോ നമ്മുടെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. നമുക്ക് 7 മണിക്ക് നിർബന്ധിതമായിട്ടും എഴുന്നേക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഇന്ന് എലക്ഷൻ്റെ ദിവസമാണല്ലേ. അപ്പോൾ നമുക്ക് വോട്ടുണ്ട്, മലപ്പുറത്താണ് വോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. വോട്ടിടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ പോകുന്നത്. അടുത്ത വീക്കെൻഡും അതിൻ്റെ അടുത്ത വീക്കെൻഡും ഒക്കെ വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട് ഇവിടെ. സോ അതുകൊണ്ട് നമുക്ക് ഈ വീക്ക് പോയിട്ട് എന്തായാലും പാരൻസിനെയും എല്ലാവരെയും ഒക്കെ ഒന്ന് കാണണം. കാരണം ഇനിയിപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അവസരം അങ്ങോട്ട് മുതലെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വോട്ടും നടക്കും, അവരെയും കാണാം. അതാണ് നമ്മുടെ പ്ലാൻ. എനിക്ക് സാധാരണ മലപ്പുറത്ത് പോകുന്നൊരു ദിവസമാകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടാണല്ലേ കാണാറ്. പക്ഷേ ഇന്ന് എനിക്ക് എനർജി കുറച്ച് കുറയാനുള്ള കാരണം, എൻ്റെ ഉറക്കത്തിൻ്റെ ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, അമ്മയ്ക്കും പപ്പയ്ക്കും മലപ്പുറത്തല്ല വോട്ട്. അവരുടെ വോട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പം അവർ രണ്ടുപേരും ട്രിവാൻഡ്രത്തേക്ക് ഓൾറെഡി പോയി ഇന്നലെ രാത്രി. ഇന്ന് മോർണിംഗ് അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിത്തെ ട്രെയിനിന് അവർ കയറിയിട്ട് നാളെ രാവിലെ മലപ്പുറത്ത് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എനിവേ ഇന്ന് രാത്രി നമ്മൾ അവിടെ ചെന്ന് ഉച്ചയ്ക്ക് അവിടെ എത്തി, അവിടെ ഒന്ന് കിടന്നുറങ്ങി, പിന്നെ നേരം വെളുക്കുമ്പോഴത്തേക്ക് അവർ വരും. എന്നാലും നമ്മൾ കുറേ നാൾ കൂടിയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മ ഇല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വൃത്തികെട്ട ഫീലാണല്ലേ. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി നേരം സംസാരിച്ചിരിക്കുന്ന സമയമില്ല. ഞാൻ വേഗം പോയിട്ട് റെഡി ആവട്ടെ. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഇവിടെ കുറച്ച് ഒതുക്കൽ പരിപാടി ഉണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് ഒതുക്കൽ പരിപാടി കൂടുതലാണ്. എന്നാലേ കയറി വരുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവുള്ളൂ. കയറി വരുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് വൃത്തിയില്ലാതെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി മൈൻഡ് ഔട്ട് ആവും. സോ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഒതുക്കട്ടെ. എനിക്ക് കാര്യമായിട്ടുള്ള പാക്കിംഗ് ഒന്നുമില്ല, പക്ഷെ ഞാൻ വലിയൊരു ബാഗ് എടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അധികം ലഗേജ് ഉണ്ടാവാറില്ലെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഫുഡ് ഉൾപ്പെടെ ഭയങ്കര അധികം ലഗേജ് ഉണ്ടാവാറുണ്ട്. സോ എല്ലാ തവണയും എക്സ്ട്രാ ഒരു 2-3 കവർ എടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ബുദ്ധിപരമായിട്ട് കാലിയായിട്ടുള്ളൊരു വലിയ എന്താ പറയുക ട്രാവൽ ബാഗൊക്കെ കൊണ്ടാണ് പോണത്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് റെഡി ആയിട്ട് വരാം. നിങ്ങൾക്ക് രാത്രി, അതായത് അർദ്ധരാത്രി ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം വിശപ്പ് അനുഭവപ്പെടാറുണ്ടോ? എനിക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇത്തരം ഒരു വിശപ്പ് അനുഭവപ്പെടാറുണ്ട്. അതിനെ വിശപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു തരം കൊതി അല്ലെങ്കിൽ ഒരു ക്രേവിങ്. അപ്പോൾ ഇന്നലെ രാത്രി വർക്ക് ചെയ്യുന്നതിനിടയിൽ എനിക്കിതുപോലെ ക്രേവിങ് ഉണ്ടായിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറക്കം തൂങ്ങി ആ ഒരു കാഠിന്യത്തിൽ
നമ്മൾ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആ മാഗി ഉണ്ടാക്കിയ ഒരു പാനും പിന്നെ നമ്മുടെ ആ ബൗളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വെക്കുകയാണ്. ഒരു വെക്കേഷന് വേണ്ടിയിട്ട് എപ്പോൾ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയാലും വേസ്റ്റ് കളഞ്ഞിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ ഉറപ്പ് വരുത്താറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയ സമയം ഞങ്ങൾക്കും അങ്ങനെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊക്കെ ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ വേസ്റ്റ് എടുത്ത് കളയാൻ മറന്നു പോയിട്ട് വന്ന് കയറിയപ്പോൾ വീടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലും വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്താറുണ്ട്. കുക്കിങ്ങിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പാത്രം കഴുകലും അതുപോലെ തന്നെ ക്ലീനിങ്ങും. അതെന്തുകൊണ്ടാണെന്നറിയില്ല, കുഞ്ഞിലേ തൊട്ട് അമ്മ എന്നെ പാത്രം കഴുകാൻ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം കഴുകി ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാവും എനിക്ക് ഇപ്പോൾ പാത്രം കഴുകുമ്പോൾ ഒരു മടുപ്പ് തോന്നാത്തത്. ഗാർഡനിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അബി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പല വീഡിയോസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഞങ്ങളുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലും മണി പ്ലാന്റ്സും അതുപോലെ തന്നെ വേറെ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, എന്നാൽ എനിക്കിത് കാണാനൊക്കെ ഇഷ്ടമാണ്. ഞാനിതുപോലെ നേരത്തെ ഉറക്കം ദിവസങ്ങളിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ട്രാവൽ ബാഗ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വയ്ക്കാനായിട്ട് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഡ്രസ്സുകൾ പോലും കൊണ്ടുപോകേണ്ട കാര്യമില്ല, കാരണം എൻ്റെ അബിയുടെയും ഒത്തിരി ഡ്രസ്സസ് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാം ചുമന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കയ്യും വീശി പോകാം കേട്ടോ. പക്ഷേ തിരിച്ചു വരുമ്പോൾ പണി പാളാനുള്ള ചാൻസ് ഉണ്ട്. കാരണം തിരിച്ചു വരുമ്പോൾ അത്രയും ലഗേജസ് ഉണ്ടാവാറുണ്ട്. അമ്മ അത്രയും സാധനങ്ങൾ ഇങ്ങോട്ട് തന്ന് വിടാറുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബാഗ് ബുദ്ധിപരമായിട്ട് ക്യാരി ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ആക്ച്വലി വെക്കാനൊന്നുമില്ല. ബാഗിൽ ഒന്നും വെക്കാനില്ലല്ലോ, കാലിയായിട്ട് ഇനി ബാഗ് കൊണ്ടുപോകണമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അബി ആ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. എല്ലാ തവണയും വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ വക എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് ചെറിയ ചെറിയ കുപ്പികളിലും അതുപോലെ പാത്രങ്ങളിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുപോകാറില്ല ഒരിക്കലും. അപ്പോൾ നെക്സ്റ്റ് ടൈം അമ്മയ്ക്ക് സാധനങ്ങൾ തന്നു വിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അമ്മ കുറേ നാളായിട്ട് പറയുന്നതാണ് നിങ്ങൾ ആ കൊണ്ടുപോകുന്ന പാത്രങ്ങളും കുപ്പികളൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോവാന്ന്. പക്ഷേ എപ്പോഴും ഞാനത് മറന്നു പോകാറാണ്. ഇത്തവണ അബി എന്തായാലും കൃത്യമായിട്ട് അത് ഓർമ്മിപ്പിച്ചു. നമ്മുടെ ബാഗും കാലിയാണ്, അപ്പോൾ നമുക്ക് അമ്മയുടെ പാത്രങ്ങളൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പാഴ്സലാക്കാം. ഇതോ ആ അങ്ങായിട്ട് ബാക്കിൽ ഇതോ അതിന്റെ വാ അത് അമ്മയുടെ പിന്നല്ലാണ്ട് ശരിയാ. എടുത്തരണോ? മതിയോ അതോ ഫുള്ളെടുക്കണം? പച്ച പച്ച ഇതിപ്പോൾ 1, 2, 3 എന്നൊക്കെ എണ്ണുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എണ്ണാൻ നിൽക്കുന്നില്ല. നമുക്ക് ഇതൊക്കെ കൊണ്ട് ബാഗിലിട്ടിട്ട് ബാഗ് നിറയ്ക്കാം. ഇത് ഒറ്റത്തവണയായിട്ട് കൊണ്ടുവന്ന പാത്രങ്ങളല്ല കേട്ടോ, പല പല തവണകളായിട്ട് മാസങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളാണ്. അമ്മ കുറേ ആയി ചോദിക്കുന്നു. എന്നാലും ഇത്തവണ ഇതൊക്കെ തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് അമ്മയെ സന്തോഷിപ്പിക്കാം. യെസ്, അങ്ങനെ നമ്മുടെ പാക്കിങ്ങും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മളിത് വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ കറൻ്റ്ലി സ്റ്റേ ചെയ്യുന്നത് അരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിൻ്റെയും ആലപ്പുഴയുടെയും ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ കൂടുതലും എറണാകുളത്തിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ അരൂർ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, അരൂർ ഹോൾട്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല അവിടെ ഒരു ട്രെയിനും നിർത്താറില്ല. മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ തോക്ക് തരാം പക്ഷേ വെടിവെക്കരുത് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. റെയിൽവേ സ്റ്റേഷനുണ്ട് പക്ഷേ ട്രെയിനൊന്നും നിർത്തത്തില്ല. സോ നമ്മൾ ട്രെയിൻ കയറുമ്പോൾ എറണാകുളം നോർത്തിലോ സൗത്തിലോ പോയിട്ട് ട്രെയിൻ കയറണം. ഇന്ന് നമ്മൾ ട്രെയിൻ കയറുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. നമ്മൾ വണ്ടി പേയാൻ പാർക്കിൽ ഒതുക്കി വെച്ചിട്ടാണ്
ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. നമ്മളിതേ കൈയൊക്കെ കഴുകി റെഡി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് വെജ് ഭവൻ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ. പക്ഷേ അന്ന് അവിടുത്തെ ദോശ കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചായ ഭയങ്കര രസമാണ് അവിടുത്തെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മിക്കപ്പോഴും ട്രെയിൻ കയറുന്നതിന് മുന്നേ ഈ ഒരു ഹോട്ടലാണ് ഓപ്റ്റ് ചെയ്യാറ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അധിക നേരമൊന്നും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കോച്ച് പൊസിഷനൊക്കെ നോക്കി നിന്നപ്പം തന്നെ ട്രെയിൻ വന്നു. ഞാൻ ട്രെയിനിൻ്റെ വീഡിയോ എടുക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. രണ്ട് കൂട്ടുകാരികൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു കാഴ്ച എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ പതിഞ്ഞു ഗൈസ്. ഇനി ഞാൻ ഒത്തിരി നേരം അവളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ തെറി വിളിക്കും. അതുകൊണ്ട് നമുക്ക് ട്രെയിനിലേക്ക് ഫോക്കസ് ചെയ്യാം. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അബി ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ബസ്സിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ ട്രെയിനിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ചാനലിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടോ എന്നറിയില്ല. അപ്പോൾ റീസെൻ്റായിട്ട് ഒരു ട്രെയിൻ ലേറ്റ് ആവുന്ന ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ട് അതിന് 3 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തലേന്ന് രാത്രി പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം കിട്ടാത്തതുകൊണ്ടും ഇത് ഞാൻ ഉറങ്ങുന്ന ഒരു സമയം ആയതുകൊണ്ടും ഞാൻ ട്രെയിനിൽ കയറി വണ്ടി ഓടിത്തുടങ്ങി അപ്പം തന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. ഞാൻ അബിയോട് മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ എങ്ങാനും ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കണം, എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ അബി എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. ട്രെയിനിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ ഒരു തൊട്ടിൽ ആടുന്നൊരു ഫീലാണ് കിട്ടാറ്, പ്രത്യേകിച്ച് ഈ സ്ലീപ്പറിലൊക്കെ കിടക്കുമ്പോൾ. പക്ഷേ ട്രെയിൻ നിർത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തൃശ്ശൂർ എത്തിയപ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ജനശതാബ്ദിക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രെയിനാണ്. എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്തിന് ഇത് ഓടിയെത്തും. ഡിലേ ആവുകയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ തന്നെ ഡിലേ ആവുള്ളൂ. അപ്പോൾ തൃശ്ശൂർ എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ജനശതാബ്ദി ആയതുകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ ഷൊർണൂർ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി തിരൂർ. അങ്ങനെ ഷൊർണൂരൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരൂർ ഏകദേശം എത്താനായപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് എൻ്റെ കുറച്ച് ഗ്രൂമിങ് പരിപാടികളൊക്കെ തുടങ്ങി. മുടി ചീകി ഒതുക്കുക, ബാത്റൂമിൽ പോവുക, ഒന്ന് ഫ്രഷ് ആവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തു. അബിയാണെങ്കിൽ ഈ സമയത്തിനോടകം ഒരു ഫുൾ മൂവി കണ്ടു കഴിഞ്ഞു കേട്ടോ. ഈ ഒരു പോക്കറ്റ് മിറർ ഞാൻ കൊച്ചിയിൽ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്ന് ഓർത്തിട്ട് ഞാനിത് എപ്പോഴും ബാഗിലിടുകയും യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിതാ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇറങ്ങിട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് മഞ്ചേരിയിലേക്കാണ് പോകാനുള്ളത്. സത്യം പറഞ്ഞാൽ മഞ്ചേരിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറമാണ്. പക്ഷേ അവിടേക്ക് എപ്പോഴും ട്രെയിൻ കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലും തിരൂർ വഴിയാണ് വരാറ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളൊരു ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചാടി അതിൻ്റെ മുകളിൽ കയറി. ഇങ്ങനെയല്ലാതെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തൂടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ കൂടെ നടന്നും നമുക്ക് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. പക്ഷേ അവിടെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് നമ്മൾ ആകെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ബസ് ഓപ്റ്റ് ചെയ്തത്. തിരൂരിൽ നിന്ന് പിന്നെ എപ്പോഴും മഞ്ചേരിക്ക് ബസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ തിരൂരിൽ നിന്ന് ബസ്സൊക്കെ കയറി മഞ്ചേരിയിൽ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടെത്തി. കുറേ കാലം കൂടി നമ്മളെ കാണുന്നതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ വെള്ളുവിൻ്റേത്. അതുമാത്രമല്ല, ഇന്നലെ രാത്രി പപ്പയും അമ്മയും പോയപ്പോൾ അവനെ കാർ ഷെഡിൽ കെട്ടിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ വേറെ വെള്ളവും ഒന്നും കുടിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്നാമത് ഭയങ്കര ചൂടുമല്ലേ. അപ്പോൾ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെന്നൊക്കെ അറിയാം. അവന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ അവനുമായിട്ട്. വെള്ളുവിന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളും ചോറും കറികളൊക്കെ കഴിച്ചു കേട്ടോ. അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സമയം കളയാൻ ഒട്ടുമില്ല. നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോകണം. എന്നിട്ട് അവരുടെ കൂടെയാണ് നമ്മൾ വോട്ടിടാൻ വേണ്ടി പോകുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ട്രൈപോഡും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഫുൾ വീഡിയോ എടുക്കുന്ന ഒരു ദിവസമാണല്ലോ, അതുകൊണ്ട്. അതിന് മുന്നേയായിട്ട് അബിയാണെങ്കിൽ പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വെള്ളുവിനെ പറ്റിക്കുകയാണ്. നമുക്കതൊന്ന് കണ്ടുനോക്കാം.
നല്ല രസമല്ലായിരുന്നു അതൊക്കെ കാണാനായിട്ട്. എനിവേ നമ്മളിതാ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക്. അവിടെ ഇവ ബേബിക്കും ലിയ ബേബിക്കും അലർജിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മിഠായി വാങ്ങി കൊടുക്കരുത് എന്നുള്ള ഒരു പ്രത്യേക ഓർഡർ ഉണ്ട്. സോ ഞാനാണെങ്കിൽ ഇന്ന് വലിയൊരു തണിമത്തനും പിന്നെ വെറും 2 മഞ്ചും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഫോട്ടോ അല്ല വീഡിയോയാ. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ. ഇവ ബേബിയുടെ ലിയ ബേബിയുടെ ഒക്കെ വിചാരം അബി അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണെന്നാണ്. എപ്പോൾ അവനവിടെ ചെന്നാലും അവരവനെ ക്രിക്കറ്റ് കളിക്കാനും സാറ്റ് കളിക്കാനും ഒക്കെ വിളിച്ചുകൊണ്ട് പോവും. പക്ഷേ എന്നെ വിളിക്കുമ്പോൾ അവർ ചെറുതായിട്ടൊന്ന് പേടിക്കും കേട്ടോ. കാരണം ഞാൻ പിള്ളേരെയൊക്കെ കുറച്ച് പേടിപ്പിച്ച് നിർത്താറുണ്ട്. അബി പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് അവനെ അവരെപ്പോഴും കളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കും. അബിയും പിള്ളേരുമായിട്ടുള്ള ക്രിക്കറ്റ് കളി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്കിന്ന് വോട്ട് ചെയ്യണം, അതാണല്ലോ നമ്മുടെ മെയിൻ അജണ്ട. അപ്പോൾ ഞങ്ങളിന്നൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ ഒന്ന് താഴ്ന്നതിന് ശേഷം പതുക്കെ ചായയൊക്കെ കുടിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആ സമയത്ത് അധികം തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കും ചേട്ടനും ചേച്ചിക്കും മാത്രമാണ് കേട്ടോ ഇവിടെ വോട്ടുള്ളത്. അബിക്ക് ഇവിടെയല്ല വോട്ട്. അവന് വോട്ട് കോട്ടയത്താണ്. ഇപ്രാവശ്യം വോട്ടർ ലിസ്റ്റിൽ അവൻ്റെ പേരില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ വരുന്നത് പ്രമാണിച്ച് ചേട്ടനും ചേച്ചിയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ചക്ക വറുത്തതും പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ചായ കുടിക്കാം. ഞാൻ കുറേ നാളായി ചേച്ചിയുടെ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട്. പുഞ്ചിരിക്ക്. ഇത് കൊള്ളാലോ. അബിയുടെയും പിന്നെ നമ്മുടെ ഈ ബേബീസിൻ്റെയും കളികളൊന്നും പോരാഞ്ഞിട്ട് ചേട്ടനും കൂടെ അവരുടെ കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഇവയാണ് കേട്ടോ ഇപ്രാവശ്യം ബോൾ എറിയാൻ വേണ്ടി നിൽക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇനി അടുത്ത വെള്ളിയാഴ്ച. ഈ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം സിറ്റ് ഔട്ടിൽ പോയിരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് ചായ കുടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അസഹനീയമായ വെയിലുള്ളത് കാരണം നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ നമ്മളിത് ഡൈനിങ് റൂമിൽ വന്നിട്ടാണ് ഇരിക്കുന്നത്. എനിക്കും ചേട്ടനും അമ്മയ്ക്കും പപ്പയ്ക്കും നമ്മളെല്ലാവർക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു വീടാണിത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ വന്നതിന് ശേഷം ഒത്തിരി കാലം വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങുന്നതും ബാക്കി പണികളൊക്കെ പൂർത്തിയാക്കി ഇവിടെ കയറി താമസം തുടങ്ങുന്നതും. എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനൊരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാവരും മലപ്പുറം ജില്ലയിലേക്ക് വന്നത് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കുറേ വാടക വീടുകൾ മാറി മാറി താമസിച്ചു. എന്നിട്ട് ഞാനൊരു 9-ാം ക്ലാസ്സിലൊക്കെ എത്തി. അത് ഒരു 10-ാം ക്ലാസ്സിലേക്ക് കയറുന്ന ആ ഒരു സമയമായപ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്. പിന്നെ പപ്പ റിട്ടയർ ആയതിനു ശേഷം നമ്മൾ നറുകരയിൽ വേറൊരു വീട് വാങ്ങുകയും ഞാനും പപ്പയും അമ്മയും അങ്ങോട്ട് താമസം മാറുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ വീട് വെച്ചതും വാങ്ങിയതും ഒക്കെ ആയിട്ടുള്ള കഥകൾ. എനിവേ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഗോവ ട്രിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കിപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഇവർ 4 പേരും പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലിയും എല്ലാം ചേർന്നിട്ട് ഗോവയിലേക്ക് ഒരു 2-3 ദിവസത്തിന് നാളെ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരം കോഴിക്കോട് നിന്നാണ് ഇവർ ട്രെയിനിന് പോകുന്നത് ഗോവയിലേക്ക്. അപ്പോൾ അതിൻ്റെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ചായ കുടിക്കാൻ ആകെ ഒരു 5-10 മിനിറ്റൊക്കെ മതി. പക്ഷേ വർത്താനം കാരണം നമ്മളൊരു 1/2-3/4 മണിക്കൂറോളം ചായ കുടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് സമയം പോകുന്ന അറിയേയില്ല. ഇവ ബേബി ഇപ്പം റീസെൻ്റ് ആയിട്ട് കരാട്ടയും അതുപോലെ തന്നെ ഡാൻസും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്നെ അബിയെയും കാണിക്കുകയാണ്. ആൻഡ് നമുക്കിനി ഒട്ടും സമയമില്ല, വേഗം റെഡി ആയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകാം. നോക്ക് ഇവിടെ പോണ വഴിക്കില്ലല്ലോ അല്ലേ ക്യാമറ. എങ്ങനെയാണ് ഈ വ്ളോഗൊക്കെ ഞാൻ എടുക്കുന്നതെന്ന് ഇവ ബേബി ഗാഢമായിട്ടുള്ളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിവേ നമ്മളിതാ നമ്മുടെ വോട്ട് ചെയ്യാനുള്ള സ്കൂളിൽ എത്തിയിട്ടുണ്ട്.
നമ്മുടെ വീട്ടിൽ നിന്ന് വെറും 5 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്കൂളിലേക്ക്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലേ? എൻ്റെ അമ്മോ, അവിടുത്തെ നീണ്ട ക്യൂ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്ത് പറയാനാ, എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ് ചിന്തിച്ചേക്കുന്നത്. 5 മണി കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് മാറി ചായയൊക്കെ കുടിച്ച് തിരക്കില്ലാതെ പതുക്കെ വോട്ട് ചെയ്യാൻ വന്നവരാണ് ഈ കാണുന്ന എല്ലാവരും. ഇത് സ്ലിപ്പ് മേടിക്കാൻ വന്നപ്പോ ചോദിച്ചതാണ് ആരുടെ ആരാ. ഞാൻ വരത്തില്ല, നമുക്ക് കറങ്ങിയിട്ട് വരാം. കളിക്കാനല്ല, കറങ്ങിയിട്ട് വരാനാ പറഞ്ഞത്. കുറച്ച് നേരം ഇവ ബേബി ലിയ ബേബിയും അബിയുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അബിക്ക് വോട്ടില്ലാത്തതുകൊണ്ട് അവനെ ഗേറ്റിന് പുറത്താക്കുകയാണ് അവർ ചെയ്തത്. വോട്ട് ഇല്ലാത്തവരെ മാത്രമല്ല, വോട്ട് ചെയ്ത് കഴിഞ്ഞവരെയും അപ്പപ്പ അവർ ഗേറ്റിന് പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യൂ നിന്ന് ക്യൂ നീങ്ങുന്നുമില്ല. നമുക്ക് ടോക്കണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ക്യൂ വളരെ പതുക്കെ നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ രാത്രിയായി, നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ കുറേ പേര് വോട്ട് ചെയ്യാതെ പോയാലെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവരാണെങ്കിൽ ബെഞ്ചൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇരിക്കാനായിട്ട്. പോരാത്തതിന് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ തന്നു കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഫൈനലി ഞങ്ങളും ക്യൂവിൻ്റെ മുന്നിലെത്തി വോട്ടും ചെയ്തു. ഒത്തിരി നേരം ക്യൂ ഒക്കെ നിന്ന് വോട്ട് ചെയ്ത് വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഡിന്നറിന് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. നാളെ ഇവർ ഗോവയ്ക്ക് പോകുന്നതുകൊണ്ട് കുക്ക് ചെയ്യുന്നതിനെ പറ്റി നമ്മളാരും ചിന്തിച്ചതേയില്ല. മാത്രമല്ല ഇവിടെ മഞ്ചേരിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കുഴിമന്തി കടയുണ്ട്, മിഡ്വേ കുഴിമന്തി എന്നാണ് പേര്. അവിടുത്തെ കുഴിമന്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ കുഴിമന്തി റൈസിൻ്റെ കൂടെ നമുക്ക് പെരി പെരി ചിക്കനും അൽഫാം ചിക്കനും അതുപോലെ തന്നെ നോർമൽ കുഴിമന്തിയുടെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. IPL നടക്കുന്നതുകൊണ്ട് ചേട്ടനും അബിക്കും IPL കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഉപേക്ഷിച്ചിട്ട് ഈ ഹാളിൽ ഇങ്ങനെ വട്ടത്തിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ചു കേട്ടോ. കഴിച്ചതിന് ശേഷം അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും ചേട്ടനും തമ്മിൽ ഏകദേശം 7.5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ ചേട്ടൻ്റെ തലയിൽ ഇതുപോലെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ കളിക്കുമായിരുന്നു. എനിക്ക് ഇവ ബേബി ചെയ്ത് കണ്ടിട്ട് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ഏകദേശം 11:30 വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ദിവസം അത്ര എനർജറ്റിക്കും പ്ലസൻറ്റും അല്ലാന്ന്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതായിരുന്നു ഈ അടുത്തുണ്ടായാലും വെച്ചിട്ട് ഏറ്റവും പ്ലസൻറ്റും അതുപോലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.